നസ്രയനായ യേശു അഥവാ അരാമ്യ ഭാഷയിലെ യേശുവ 2000 വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്ററേനിയൻ കടലിന്റെ കിഴക്കേ അറ്റത്ത് ജീവിച്ചിരുന്ന ഒരു യഹൂദനായിരുന്നു. 4 സുവിശേഷങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അവന്റെ ജീവിതത്തിന്റെ ആദ്യകാല വിവരണങ്ങൾ അവന്റെ അനുയായികൾ നേരിട്ട് കണ്ട സാക്ഷ്യത്തിൽ നിന്നും വന്നതാണ്. യേശു തന്റെ ജനമായ ഇസ്രായേലിന്റെ തിരുവെഴുത്തുകളിലൂടെയാണ് വളർന്നത്. ദൈവം തന്റെ അനുഗ്രഹത്തെ രാഷ്ട്രങ്ങൾക്ക് നൽകാൻ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നുവെന്ന് അത് പറയുന്നു. ഈ കഥ തന്നിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുകയാണെന്നും ദൈവത്തിന്റെ ഭരണം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നവൻ താനാണെന്നും യേശു പറഞ്ഞു. അവൻ അതിനെ ഇങ്ങനെ വിളിച്ചു, ദൈവരാജ്യത്തിന്റെ സുവാർത്ത. യേശു ദരിദ്രർക്കും രോഗികൾക്കും ദൈവരാജ്യം പ്രഖ്യാപിച്ചു. ഇസ്രായേലിലെ നേതാക്കന്മാർ അഴിമതിക്കാരാണെന്നും ആരോപിച്ചു. താൻ കൊല്ലപ്പെടുമെന്ന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് അവൻ അവരെ യെരുശലേമിൽ വെല്ലുവിളിച്ചു. എന്നാൽ തന്റെ ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതിലൂടെ രാജാവായി സിംഹാസനസ്ഥനാകാനായിരുന്നു അവന്റെ പദ്ധതി. പിന്നീട് യേശുവിന്റെ അനുയായികൾ അവന്റെ കല്ലറ സന്ദർശിച്ചു. എന്നാൽ അത് ശൂന്യമായിരുന്നു. പിന്നീട് മനുഷ്യരാശിക്കൊരു പുതിയ ഭാവി തുറക്കുന്ന രാജാവാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് യേശു പലർക്കും പ്രത്യക്ഷനായി. തുടർന്ന് ലോകത്തെല്ലായിടവും തന്റെ ഭരണത്തെക്കുറിച്ചുള്ള സുവാർത്ത പ്രചരിപ്പിക്കാൻ അവൻ തന്റെ അനുയായികളെ അയച്ചു.